ചേച്ചി, കുട്ടികൾ ഉറങ്ങിയില്ലേ? എന്താ ശിവ നനഞ്ഞിരിക്കുന്നു? നനഞ്ഞല്ല മുതലാളി, ശുദ്ധിയായതാ. ഓ, ഇന്നൊരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടല്ലോ. നീ എന്തായാലും കയറി വന്നിരുന്നതല്ലേ, കഴിക്കേ. നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് വരാറുള്ളല്ലേ? എനിക്കിങ്ങോട്ട് വന്നൂടെ? കലിയുഗല്ലേ, അതാവും. അപ്പോൾ നീ കണക്ക് തീർക്കാൻ വന്നതാണോ? അങ്ങനെയൊന്നുമില്ല മുതലാളി. ഞങ്ങൾ ചോറും ചമ്മന്തിയാണ് കഴിക്കാറ്. ചിലപ്പോൾ അതും കഴിക്കാറില്ല. എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇന്നെനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. വായക്ക് രുചി കിട്ടുന്നില്ല. ആ ചിക്കൻ കഴിക്കേ, അമ്മക്ക ഉണ്ടാക്കിയതാണ്, നല്ല രുചിയാ. നമ്മുടെ മനസ്സ് നന്നായ പിന്നെ എന്ത് ചെയ്താലും നന്നാവും. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ നോക്കിക്കോളാം. ഇത് നന്നായിട്ടുണ്ട് ചേച്ചി. ശിവ, നീ ആ സ്കോച്ച് എടുത്തിരിക്കുക. ശുദ്ധിയായതല്ലേ, നിങ്ങൾ കഴിച്ചോ. നിനക്ക് വേണ്ടി ഞാൻ എന്താടാ ചെയ്തു തരേണ്ടത്? ഒന്നും വേണ്ട, എല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ. ചോദിക്കുന്നെല്ലാം തരാൻ നിങ്ങളാരും ഞങ്ങളെ ദൈവമോ? ഇനി നിന്റെ വിധി ആ മണ്ണിൽ തീരുമാനിക്കും. ആ സമയത്രേ? അതും എൻ്റെ സൈഡിലാണോ? ഓ, 12 മണി അടുത്തെത്തിയിട്ടുണ്ട്. ടൈം കാത്തിരിക്കാം, വരാതിരിക്കരുത്. ഞാൻ പോട്ടെ, വൈകലും കുഴപ്പമില്ല. സ്ഥലം അറിയാലോ, കൊല്ലംകുടി. നമസ്കാരം, പോട്ടെ ചേച്ചി. പ്രകാശമേ, പ്രകാശത്തിൽ നിങ്ങൾക്കെല്ലാം ദൃശ്യമാണ്. ഇത് പ്രകാശമല്ല, ദർശനമാണ്. ഇനി നടക്കുന്നതും മുൻപ് നടന്നതുമെല്ലാം നിങ്ങൾക്കിനി ദൃശ്യമാകും. കാണുന്നില്ലേ?